അങ്ങനെ നമ്മുടെ പുതിയൊരു യാത്ര ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ യാത്ര വയനാട് വന്യജീവി സങ്കേതം കാണാൻ വേണ്ടിയിട്ടാണ്. മുത്തങ്ങയിലുള്ള വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. യാത്ര നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി KSRTCയിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് രാവിലെ 6 മണിക്ക് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്നൊരു ബസ്സും അത് കഴിഞ്ഞ് 7:25 അടുത്ത ബസ് എന്നുമാണ്. അവിടെ രാവിലെ 7 മണിക്കാണ് ഓഫീസ് തുറക്കുന്നത്. അപ്പോൾ 6 മണിക്കുള്ള ബസ്സിന് പോയി അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് 7:25 ബസ്സിൽ കയറി. 23 രൂപയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മുത്തങ്ങയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. രാവിലെ ആയതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെ കുറവായിരുന്നു. റോഡിന് അപ്പുറവും ഇപ്പുറവും ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫോറസ്റ്റ് നടുവിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഉള്ളത്. നല്ല നെൽപ്പാടങ്ങളൊക്കെ കണ്ട് ഈ റോഡിലൂടെയുള്ള ഒരു യാത്ര ഭയങ്കര രസമാണ്. അങ്ങനെ ഏകദേശം ഒരു 8 മണി ആയപ്പോൾ ഞാൻ മുത്തങ്ങയിൽ ബസ് ഇറങ്ങി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നേരെ കൗണ്ടറിലേക്ക് ചെന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സഞ്ചാരികൾ ആരും തന്നെ വന്നിട്ടില്ല, ആകെ വന്ന കുറച്ചു പേർ ബസ്സിൽ കാട്ടിനുള്ളിലേക്ക് പോയി. ഇനി ഒരു അടുത്ത ബസ് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം 20 പേരെങ്കിലും വേണം, അല്ല എങ്കിൽ 2000 രൂപ കൊടുത്ത് ജീപ്പിൽ കാട്ടിലേക്ക് പോകാവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴാണ് മറ്റൊരു 2 പേരെ കൂടെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ 2000 രൂപ ഷെയർ ഇട്ടെടുത്ത് ജീപ്പ് വിളിച്ച് കാട്ടിനുള്ളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യകാലങ്ങളിലൊന്നും കാട്ടിനുള്ളിലേക്ക് ഒരു ബസ് സർവീസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വന്ന സംവിധാനമാണ്. ബസ്സിൽ നമുക്ക് ഒരാൾക്ക് 300 രൂപ ചാർജിൽ കാട്ടിനുള്ളിലേക്ക് പോകാവുന്നതാണ്. ജീപ്പ് ആണെങ്കിൽ 2000 രൂപ കൊടുക്കണം, 4 പേർ മാക്സിമം. നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ജീപ്പ് പിടിച്ച് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ബസ്സിന് പോകുന്നതാണ് കുറച്ചുകൂടെ ലാഭം. അങ്ങനെ ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് കയറി. കയറുമ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ആനകളും ഉപദ്രവകാരികളായിട്ടുള്ള ആനകളെ പിടിച്ചുകൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്ന സ്ഥലവുമാണ് ആദ്യം തന്നെ കാണുന്നത്. ഏകദേശം ഒരു 8-10 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് സാധിച്ചില്ല. ദൂരെ നിന്നുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. അത് എത്രത്തോളം ക്ലിയർ ആകും എന്നറിയില്ല. ഞങ്ങളുടെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരന് കൃത്യമായിട്ട് അറിയാം എവിടെയെല്ലാം മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഇത്രയും വർഷത്തെ സർവീസിൽ ഉണ്ടായ അനുഭവങ്ങളെല്ലാം പുള്ളി വളരെ രസകരമായിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഞങ്ങളെ കുറച്ച് നിരാശപ്പെടുത്തിയത്. എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്ത സമയമായതിനാൽ തന്നെ കാട്ടിനുള്ളിൽ ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ കാട്ടിന് പുറത്തേക്ക് വരുന്നത് വളരെ കുറവാണ്. സാധാരണ സീസൺ തുടങ്ങുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. അതായത് അത്യാവശ്യം നല്ലപോലെ വെയിൽ ഉള്ള സമയത്ത്. ആ സമയമാവുമ്പോൾ കാട്ടിനുള്ളിൽ വെള്ളം കുറയുകയും കഴിക്കാനൊന്നും ഇല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് ഇവർ സാധാരണ ഭക്ഷണം തേടി പുറത്തേക്ക് വരുന്നത്. ആ സമയങ്ങളിലാണ് ഈ വഴിയിൽ അധികവും മൃഗങ്ങളെ കാണാറുള്ളതെന്നുമാണ്. എന്നാലും കുറച്ച് മാനുകളെല്ലാം ഈ വഴിയിൽ കാണാൻ കഴിഞ്ഞു. ഡ്രൈവർ ചേട്ടൻ അത്യാവശ്യം നല്ല സഹകരണത്തോടെ തന്നെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ സഹായിച്ചു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും കൂടി പറഞ്ഞു. കാരണം അത് അവർക്ക് അറിയാൻ കഴിയും, കാട്ടിനുള്ളിൽ ഒരുപാട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണെന്ന് നമുക്കറിയില്ല. അവരത് ക്യാമറയിൽ കണ്ടാൽ ഭയങ്കര പ്രശ്നമാവും എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങളും വണ്ടിയുടെ പുറത്തിറങ്ങാൻ ശ്രമിച്ചില്ല. വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫോട്ടോ എല്ലാം പകർന്നു.
ഈ കാണുന്നത് യൂക്കാലിപ്സ് മരങ്ങളാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ ചരിത്രം അനുസരിച്ച് ഇത് കോഴിക്കോടുള്ള ഏതോ ഒരു കമ്പനിക്ക് ലീസിന് കൊടുത്ത സ്ഥലമാണ്. പിന്നീട് ഈ കമ്പനി പൂട്ടിപ്പോയതിനു ശേഷം ഈ മരങ്ങൾ മുറിക്കാതിരിക്കുകയും വളർന്ന് വലിയ കാടുകളാവുകയും ചെയ്തു എന്നാണ്. ഇത് ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ ചരിത്രം മാത്രമാണ് കേട്ടോ. ഈ കമ്പനിയെ കുറിച്ചോ ഇതിന്റെ കഥയെ കുറിച്ചോ എനിക്കും വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ ചേട്ടൻ പറഞ്ഞ കഥ മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കും മറ്റുള്ളവർക്കും അതൊരു അറിവ് തന്നെയായിരിക്കും. കുറെ ദൂരം കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടും കുറച്ച് മാനുകളെ അല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിൽ ഇങ്ങനെ ചുറ്റും നോക്കി ഇരിക്കുമ്പോഴാണ് ദേ ഇരിക്കുന്ന റോഡിന് നടുവിൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. പുള്ളി നമ്മളെ കുറച്ചു നേരം ഇങ്ങനെ തുറച്ചു നോക്കി വണ്ടി കുറച്ച് മുൻപോട്ട് എടുത്തപ്പോ പുള്ളി നമുക്ക് വഴി മാറി തന്നു. നേരെ ഓടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ കയറി. ഈ വരുന്നവർ ഈ ഫോറസ്റ്റിന് ചുറ്റുമായി താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർ ഈ ഫോറസ്റ്റിലൂടെ നടന്നു പോകുന്നത് കാട്ടുതേനും കാട്ടുനെല്ലിക്കയും ഒക്കെ പറിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗവും അത് തന്നെയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ദേ നിൽക്കുന്നു രണ്ട് മയിലുകൾ. അതൊരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ കാട്ടിനുള്ളിലൂടെയുള്ള 1.5 മണിക്കൂർ നീളുന്നൊരു യാത്ര അത് ദേ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നേരെ ഹൈവേയിലേക്ക് വന്ന് കയറി. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ ഗുണ്ടൽപേട്ട മൈസൂരും ഇടത്തോട്ട് തിരിഞ്ഞാൽ ബത്തേരിയിലേക്കുമാണ് പോകുന്നത്. ഒരുപാട് മൃഗങ്ങളെയൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കാട്ടിനുള്ളിലൂടെയുള്ള കുറച്ച് സമയത്തെ യാത്ര അത് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക തന്നെ ചെയ്യും. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് യുവർ ബ്രോ മച്ചാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.